കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. പ്രിയ നിറഞ്ഞവരെ, കുടുംബം ദേവാലയമാകണമെങ്കിൽ മൂന്നാമത്തെ തൂണ് സമർപ്പണം എന്ന തൂണാണ്. സമർപ്പണം എന്ന തൂണിൽ പണിയുന്ന കുടുംബങ്ങളെല്ലാം തന്നെ ദേവാലയമായിത്തീരും. 3 കാര്യങ്ങളിലാണ് ഈ സമർപ്പണം നടത്തേണ്ടത്. ഒന്നാമത് ലൈംഗികം. ദമ്പതികൾ തമ്മിൽ പരസ്പരം സ്നേഹത്തിൽ സമർപ്പിക്കുന്നതാണ് ലൈംഗിക സമർപ്പണം. രണ്ടാമത് സാമ്പത്തികം. സാമ്പത്തിക സമർപ്പണം കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കൾ മക്കൾ തമ്മിലും ഒരു ഓപ്പൺനെസ്, ഒരു തുറവിയുണ്ടായിരിക്കണം. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ പരസ്പരമുള്ള പണമിടപാടുകളിലെല്ലാം തന്നെ പരസ്പരം പങ്കുവെച്ച് അറിഞ്ഞിരിക്കണം. ഒരു ഓപ്പൺനെസ് ഉള്ളിടത്ത് സാമ്പത്തികമായിട്ടുള്ള ആ സമർപ്പണം അത് കടബാധ്യതകൾക്കപ്പുറത്ത് അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് ഒരു കുടുംബത്തെ സഹായിക്കുന്നു. മൂന്നാമത് ആത്മീയമായ സമർപ്പണം. ഏതൊരു കുടുംബത്തിൻ്റെയും ആത്മീയമായ സമർപ്പണം ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയാണ്, ഒന്നിച്ചുള്ള പ്രാർത്ഥനയാണ്. ഒരുമിച്ച് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ആ കുടുംബം തീർച്ചയായിട്ടും ഒരു ദേവാലയമായിത്തീരുന്നു. പ്രാർത്ഥന കുറയുന്നിടത്ത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കുറയുന്നിടത്ത്, ഒരുമിച്ച് ഭക്ഷിക്കാത്ത അവസ്ഥയിൽ ഒക്കെ തന്നെ പലപ്പോഴും കുടുംബങ്ങളിൽ ഈ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും അറിഞ്ഞോ അറിയാതെയോ കയറി വരുന്നു. അപ്പോൾ ആത്മീയ സമർപ്പണം വളരെ പ്രധാനപ്പെട്ട ഒരു സമർപ്പണമാണ്. അനുദിനം ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങളെല്ലാം വിശുദ്ധ ബലിയുടെ ഊർജത്തിൽ നിന്നും ആരംഭിക്കുക. എത്രയോ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് അവിടെ ഓരോ ദിനത്തിൻ്റെയും സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും ഒക്കെ സ്വീകരിച്ച് കർത്താവിന് സമർപ്പിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ദിവ്യാനീശോയുടെ മുമ്പിൽ ഈ ഒരു സമർപ്പണം 3 സമർപ്പണവും നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം. ആത്മീയമായ സമർപ്പണത്തിൽ മക്കളെയെല്ലാം തന്നെ ആത്മീയമായി വളരുവാൻ, പുണ്യത്തിൽ വളരുവാനായിട്ട് അവരെ വളർത്തുവാൻ എന്തുമാത്രം മാതാപിതാക്കൾ പരിശ്രമിക്കുന്നു എന്ന് സ്വയം ധ്യാനിക്കാം. രക്ഷ എന്ന് പറയുന്ന ഘടകം, മാതാപിതാക്കൾ രക്ഷയ്ക്കപ്പെട്ടവരായി മാറുന്നത്, കർത്താവിന് മാരേജിനെ കുറിച്ച്, വിവാഹത്തെക്കുറിച്ച് 3 പർപ്പസാണ്, 3 ദൗത്യങ്ങൾ. ഒന്നാമത്തെ ദൗത്യം കമ്പാനിയൻഷിപ്പാണ്. മരണം വരെയുള്ള, ഒരിക്കലും അവസാനിക്കാത്ത ആ ഒരു മരണം വരെയുള്ള സൗഹൃദം, ഒരു ഇൻറ്റിമസി. രണ്ടാമത്തെ ഉദ്ദേശം കർത്താവിൻ്റെ മനസ്സിൽ വിവാഹത്തെക്കുറിച്ചുള്ളത് രണ്ടാമത് പ്രൊക്രിയേഷനാണ്. പ്രൊക്രിയേഷൻ, കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ ജനിക്കുന്നു. ഒരു കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാക്കി ഇതാ ദമ്പതികൾ മാറുന്നു. മൂന്നാമത് കർത്താവിൻ്റെ ഉള്ളിലുള്ള ദൗത്യം എന്ന് പറയുന്നത് രക്ഷയാണ്. ആ രക്ഷയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നു. മക്കളെ പുണ്യത്തിൽ വളർത്തി ആത്മീയമായ ജീവിതത്തിൽ വളർത്തുവാൻ മാതാപിതാക്കൾ എടുക്കുന്ന ആ ഒരു ത്യാഗം, അവരെടുക്കുന്ന ആ ഒരു ടൈം, അതിന് വലിയ മൂല്യം കർത്താവ് കണക്കാക്കുന്നുണ്ട്. ആ വലിയ ആ ഒരു ത്യാഗത്തിന് ആ മൂല്യം കർത്താവ് രക്ഷയിലേക്ക് അവരെ നയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ നിറഞ്ഞവരെ, ഒരു നിമിഷം ദിവ്യകാനീശയുടെ മുമ്പിൽ എന്തുമാത്രം നമ്മളെ തന്നെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് സ്വയം നമുക്ക് ധ്യാനിക്കാം. എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും എല്ലാം തന്നെ കർത്താവിൻ്റെ മുമ്പിൽ ബലിയിൽ ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാണോ ഓരോ ദിനത്തിൻ്റെയും എൻ്റെ കർത്തവ്യങ്ങളും കടമകളും ഉത്തരവാദിത്തങ്ങളും ജോലികളും ഞാൻ നിർവഹിക്കുന്നത് എന്ന് നമുക്ക് സ്വയം ആത്മശോധന ചെയ്യാം. സായാഹ്നത്തിൽ ഇതാ കിടന്നുറങ്ങുവാനായിട്ട് ഞാൻ പോകുമ്പോൾ ഇതാ ഞാൻ ഈ സമർപ്പണം ചെയ്ത കർത്താവിന് പൂർണ്ണമായി സമർപ്പിച്ചതിന് എന്തെങ്കിലുമൊക്കെ ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം ഞാൻ പലതരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോയിട്ട് നടത്താം. എൻ്റെ ഉള്ളിൽ ഒരുപാട് അസ്വസ്ഥതകൾ, നിരാശയൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ ആ ദിനം കർത്താവിന് സമർപ്പിച്ചതിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. കാരണം കർത്താവിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ അസ്വസ്ഥത ഉണ്ടാകട്ടെ, വിഷമങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതെല്ലാം എൻ്റെ ദൈവം കാത്തുപരിപാലിക്കും. അവിടത്തേക്ക് ഞാൻ പൂർണ്ണമായും എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിച്ചാണ് പൂർണ്ണമായ ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരു
ദമ്പതികൾക്ക് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു നിരാശയിലേക്കും മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. സമർപ്പണം കുറയുന്നിടത്താണ് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ അസ്വസ്ഥതയും നിരാശയും കയറി വരുന്നത്. ഒതിവികാരൻ ഈശോയെ സമർപ്പണം എന്ന തൂണിൽ കെട്ടിപ്പടുക്കുന്ന കുടുംബങ്ങൾ ദേവാലയമായി തീരുന്നു എന്ന് ഇതാ ഞങ്ങൾ ധ്യാനിക്കുന്നു. ലൈംഗികം, സാമ്പത്തികം, ആത്മീയം, ഈ 3 സമർപ്പണങ്ങൾ അങ്ങയുടെ ഇഷ്ടാനുസരണം ഞങ്ങളുടെ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ അങ്ങയുടെ ഇഷ്ടാനുസരണം നടത്തുവാനുള്ള കൃപയാക്കി മാറ്റണമേ. സമർപ്പണം ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മ പൂർണ്ണമായും സമർപ്പിച്ചവളാണ്. ഇതാ കർത്താവിന് ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലീറ്റ് സറണ്ടർ, പൂർണ്ണമായിട്ടുള്ള സറണ്ടർ, സമർപ്പണം നടത്തിയവളാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ മാതൃകയെ അനുകരിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തിൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും കടമകളും പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടാനുസരണം ജീവിച്ച് കുടുംബത്തെ ദേവാലയമാക്കി മാറ്റാനുള്ള കൃപ ഞങ്ങൾക്കേവർക്കും അങ്ങ് നൽകിയാലും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഞാനെൻ വിശ്വാസം കാത്തു സൂക്ഷിക്കും, എൻ്റെ പ്രാർത്ഥനകൾ കൈവിടുകയില്ല. ഞാനെൻ വിശ്വാസം കാത്തു സൂക്ഷിക്കും, എൻ്റെ പ്രാർത്ഥനകൾ കൈവിടുകയില്ല. സഭ ഞെരുങ്ങുമ്പോഴും ഞാൻ വലയുമ്പോഴും, സഭ ഞെരുങ്ങുമ്പോഴും ഞാൻ വലയുമ്പോഴും ഞാനെൻ വിശ്വാസം കാത്തു സൂക്ഷിക്കും. ഞാനെൻ വിശ്വാസം കാത്തു സൂക്ഷിക്കും, എൻ്റെ പ്രാർത്ഥനകൾ കൈവിടുകയില്ല. മരണം കൂടെ പിറപ്പാൽ എന്നും എന്നോടൊപ്പം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.